നീ എന്തോ മുൻജന്മത്തിൽ എന്തോ അല്ലെങ്കിൽ ഈ എന്തോ തെറ്റ് ചെയ്തിട്ട് ഏകാരം അനക്ക് പഠിച്ചവന് ഓനൊരു മോനായിട്ട് തന്നത് എന്നൊക്കെ എന്റെ ഉമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും രാവിലെ മുഴുവനും എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും രാത്രി എന്റെ ഉമ്മച്ചി എന്നെ വിളിച്ചത് പൊന്നുമോനെ എന്നാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ സംഭവിക്കാനുള്ളതിന്റെ ഏറ്റവും ഡീപ്പ് വേദന അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ. ഒന്നും പറഞ്ഞിട്ട് ഒരാൾക്കും തളർത്താൻ കഴിയില്ല. എന്നെ പോലെ ഈ ലോകത്ത് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. സങ്കടങ്ങളെ വല്ലാതെ ഇങ്ങനെ പിടയുന്നൊക്കെ സമയത്ത് കേട്ടിരിക്കാൻ ഒരു മനുഷ്യൻ ഇല്ലാത്തതിന്റെ പേരിൽ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരുണ്ടാവും നമ്മുടെയൊക്കെ ലോകത്ത്. നമ്മളെ മക്കൾക്ക് നമ്മൾ സമയം കൊടുക്കുന്നില്ല. എക്സാക്ട്ലി നമ്മളെ മക്കൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സീരിയസ്ലി മക്കൾക്ക് നമ്മളോട് ഓപ്പൺ ആവാനുണ്ട്. മക്കൾക്ക് നമ്മളെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. മക്കൾക്ക് നമ്മളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമുണ്ട്. 17 വയസ്സുള്ള ഒരു കുട്ടി ഡ്രൈവ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അച്ഛനെ ശകാരിക്കുന്നതിന് പകരം അവനോട് കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനൊരു ഫ്രണ്ട് ആണെങ്കിൽ അവനത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. ഒക്കെ ജീവിതത്തിലേ ഫുൾ സ്റ്റോപ്പ് ഇടൂലേ നമ്മളൊക്കെ. എന്റെ ലൈഫില് ഫുൾ സ്റ്റോപ്പിനെ മായിച്ചിട്ട് ഒരു കോമ ഇട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അവള്. ഇനിയും ജീവിക്കാനുണ്ട്. ഐ മീൻ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഫാമിലി സൂപ്പർ ആണ്ടാ. ഒരു അച്ഛനില്ലാത്തതിന്റെ വിഷമം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിനക്കൊരു ഉപ്പ ഉണ്ടല്ലോ, യു ഷുഡ് കോൾ ടു ദം, യു ഷുഡ് ടോക്ക് ടു ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾവേസ് എന്നെ ഇങ്ങനെ എന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഫൈനലി ഞാൻ വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. ആയിഷ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യലില് ഇന്ന് എന്നോടൊപ്പം ശ്രീ ഷബീർ ആണ്. ഷബീറിന്റെ കഥ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെക്കാട്ടിലും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഒരിക്കലും ശരിക്കും ഷബീർ ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നും ഇത്രയൊക്കെ അനുഭവിച്ച ഒരാള് ഇങ്ങനെ ലോകം കയ്യിലെടുക്കാന്ന് പറയില്ലേ, അത്രയും വേറൊരു ഫേസിൽ ഇന്നിപ്പോ ജീവിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു ലെവലില് അന്ന് നേരത്തെ ഷബീർ ഇത്രയും ലെവലിലേക്ക് ഞാൻ ഇത്രയും സംഭവങ്ങൾ അച്ചീവ് ചെയ്യുമെന്നോ ഞാൻ ഇത്രയും ലെവലിലേക്ക് എത്തുമെന്നൊക്കെയോ ഡ്രീം ചെയ്തിട്ട് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയണില്ല. അത്രയും വിശ്വസിക്കാൻ പറ്റില്ലാത്തവണ്ണം, ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായ ഒരു കഥയാണ് ശ്രീ ഷബീറിൻ്റെത്. എനിക്കറിയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രേക്ഷകരിലേക്കും ആ കഥയൊന്ന് എത്തിക്കാം. ഷബീർ, തീർച്ചയായിട്ടും സ്വാഗതം ഞങ്ങളുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിലേക്ക്, സംതിങ് സ്പെഷ്യലിലേക്ക്. വളരെ സ്പെഷ്യൽ ആണ് ഷബീർ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഈ ഒരു സെഗ്മെന്റിലേക്ക് ഷബീർ എത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെ സ്പെഷ്യലായി എന്നുള്ളതാണ് നമുക്ക് ആ കഥ തുടക്കത്തിൽ നിന്നുള്ള ആ കഥയിൽ നിന്നും നിങ്ങൾ ശരിക്കും കേട്ടിരിക്കണം കേട്ടോ. ഞെട്ടിപ്പിക്കുന്ന കഥയാണ് ഷബീറിന്റേത്. സ്പെഷ്യൽ ആണോന്ന് ചോദിച്ചാല് ഐ ഡോണ്ട് നോ. അതെ, തീർച്ചയായിട്ടും. ആക്ച്വലി ലൈക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു ലൈഫില്. ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചൊരു പെൺകുട്ടിയൊക്കെ നമ്മളെ ലൈഫിലേക്ക് വരൂലേ. ഇതൊക്കെ ഏത് പ്രായത്തിലാണ്? നമ്മളൊരു 24-25 നമ്മളൊരു പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഏജിലായി. ഷബീർ ഒറ്റ മകനാണോ? അല്ല, ഞങ്ങള് വീട്ടിലെ വലിയ മോനാണ്. ആക്ച്വലി എത്ര കുട്ടികളാണ്? 4 മക്കളാണ്. അതിലെ ഏറ്റവും വലിയ ആളാണ്. ബാക്കിയവരൊക്കെ ബോയ്സ് ആണോ ഗേൾസ് ആണോ? എല്ലാവരും പഠിക്കുക, എല്ലാവരും ബോയ്സ് ആണ്. ആക്ച്വലി ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. 3 ആണും ഒരു പെണ്ണും. മലബാറിലൊരു സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ചിട്ട് ഉപ്പശി ചെറുപ്പത്തിലൊക്കെ നമ്മളെ മലബാറിലൊക്കെ ഉള്ളത് പോലെ ഏജ് ഒക്കെ കൂട്ടിയെടുത്തിട്ട് ഗൾഫിലേക്കൊക്കെ പണിക്ക് പോയിട്ട് അവിടെ ഒരു അറബിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജനിച്ചതാണ്. പിന്നെ ബിസിനസ് ഫാമിലിയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവാൻ വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ള ആളൊന്നുമല്ല. സാഹചര്യം ബിസിനസ്സുകാരനാക്കിയതാണ്. ആക്ച്വലി ലൈഫില് നമ്മളെ കൗമാരൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡോൾസെന്റിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് ലൈഫിൽ വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളിടുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ലൈഫിൽ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി. എങ്ങനെയാണ് ഈ ഒറ്റപ്പെടൽ ഉണ്ടായത് ലൈഫിൽ? കാരണം നമ്മുടെ ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നും അല്ലെ കോളേജിലേക്ക് നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് നമ്മുടെ ചുറ്റും, അല്ലെ നമ്മുടെ കസിൻസ്, അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഒരു പ്രായമാണത്. അവിടെ എങ്ങനെയാ ഷബീർ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവിടെ ഒറ്റപ്പെട്ടു പോയത്? എങ്ങനെയാ? ആക്ച്വലി കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം സിനിമ വരുന്നുണ്ട് ആക്ച്വലി. അപ്പൊ ഇങ്ങനെ പറയാൻ കുറച്ച് എല്ലാ കാര്യങ്ങളും കൂടെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറയാം. ആക്ച്വലി ഓക്കെ, ഈ ഒരു സിനിമ നമ്മുടെ നാട്ടുകാർ കാണുന്നതിന് മുമ്പ് മൈൽസ്റ്റോൺ മേക്കേഴ്സിലൂടെ കഥ അങ്ങ് എത്തിയിട്ട് അതാദ്യമേ ലൈക്ക് ഒരുപാട് ആഗ്രഹിച്ചാണ്ട് ഒരാളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദബന്ധം പതിയെ പതിയെ പ്രണയത്തിലേക്ക് വന്നു. നമുക്കെല്ലാം സംസാരിക്കാനും നമുക്കെല്ലാം വല്ലാണ്ട് ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മളെ കേട്ടിരിക്കാനൊക്കെ ഉള്ള ഒരു വല്ലാത്ത തരം
ഒരു ഹൃദയമായിരുന്നു ശരിക്കും അവള്. നമ്മളൊരിക്കലും ഒറ്റപ്പെട്ടു പോയല്ലോ അങ്ങനത്തെ ഒരു തോട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു വല്ലാണ്ട് സാഹചര്യത്തില് ഒറ്റപ്പെട്ടു പോയി. കാരണം നമ്മളിൽ നിന്നും അകന്നു പോവാന്നൊക്കെ പറയില്ലേ, അതായത് വിട വാങ്ങാന്നൊക്കെ പറയില്ലേ, വിട്ടുപോവാന്നൊക്കെ പറയില്ലേ. നമ്മളെ കണ്ണൊക്കെ ഒന്ന് വാടുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഒരു കൂട്ടുകാരുണ്ടാവില്ലേ, ഭയങ്കര പ്രഷ്യസ് അല്ലേ അവര് അല്ലെ. നമ്മളെ ശബ്ദം ഇങ്ങനെ ഇടറുന്ന സമയത്ത് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെ. സത്യം, നമ്മൾ പറയാതെ നമ്മുടെ ഇമോഷനെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലേ. കറക്റ്റ്, അങ്ങനത്തെ ഒരാളായിരുന്നു അവര്. ആ ആള് നഷ്ടപ്പെട്ടപ്പോ എനിക്കുണ്ടാകുന്ന വേദന എത്രത്തോളം ആയിരിക്കും ആലോചിച്ചു. ഞാനത് പറയാനുള്ള കാരണം, ഞാൻ ആ കോമയെന്ന് ഒന്ന് എണീറ്റപ്പോ അവള് പോയി എന്ന് അറിഞ്ഞപ്പോ ഞാൻ എത്രത്തോളം വേദന അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ. പക്ഷെ ഞാൻ ഷബീറിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴും ഞാനൊരു ഫോട്ടോ കണ്ടപ്പോഴും ഈ ഒരു ടാഗ്ലൈൻ ഒക്കെ കണ്ടപ്പോഴും ഞാൻ തെറ്റിദ്ധരിച്ചു കിട്ടോ. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. കാരണം അതിൽ അത് ഇന്റർപ്രറ്റ് ചെയ്ത് വേറെ രീതിയിലാണ് അത് വന്നതും. ശരിക്കും ആഴത്തിലേക്ക് ഇപ്പോഴാണ് ഇതിന്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേ ഫുൾ സ്റ്റോപ്പ് ഇടൂലേ നമ്മളൊക്കെ. എന്റെ ലൈഫിലെ ഫുൾ സ്റ്റോപ്പിനെ മായിച്ചിട്ട് ഒരു കോമ ഇട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അവള്. ഇനിയും ജീവിക്കാനുണ്ട്. ഐ മീൻ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഫാമിലി സൂപ്പറാണ്ടാ. ഒരു അച്ഛനില്ലാത്തതിന്റെ വിഷമം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിനക്കൊരു ഉപ്പ ഉണ്ടല്ലോ, യു ഷുഡ് കോൾ ടു ദം, യു ഷുഡ് ടോക്ക് ടു ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾവേസ് എന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഫൈനലി വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. ആക്ച്വലി അങ്ങനെ വിളിച്ചു, ഫോൺ എടുത്തില്ല, 3 തവണ എടുത്തില്ല. ഇറങ്ങി പോരാൻ നേരത്തെ ഒന്നും കൂടെ ഒന്നും കൂടെ വിളിക്കാൻ വേണ്ടിട്ട് വിളിച്ചപ്പോ ഉമ്മച്ചി ഫോൺ എടുത്തു. അങ്ങനെ ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോ ഉമ്മച്ചി ഭയങ്കര സ്റ്റെക്കായി പോയി. കാരണം ഒരു വല്ലാത്തൊരു മൊമെന്റ്സ് ആയിരുന്നു അത്. ഉമ്മച്ചി ഭയങ്കര സ്റ്റെക്കായിട്ട്, പിന്നെ ഉമ്മച്ചിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഉമ്മച്ചി ഇങ്ങനെ ഒരു തേങ്ങലായിരുന്നു ഉമ്മച്ചിന്റെ. നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും സ്വന്തം പ്രസവിച്ച മക്കളുടെ ശബ്ദങ്ങൾ എത്ര വലുതായാലും അമ്മമാർക്ക് മറക്കാൻ കഴിയും, അമ്മമാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും അല്ലെ. ഉമ്മച്ചി ഒന്നും സംസാരിച്ചില്ല, ഒരുപാട് നേരം കരഞ്ഞു. അപ്പോഴേക്കും എന്റെ ടൈം ഇങ്ങനെ തീരുന്നുണ്ട്. മറ്റേ ഈ ₹1 അങ്ങനെ സമയം കഴിയുന്നവരെ ഉമ്മച്ചി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഉമ്മച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോ എന്റെ കൺട്രോൾ വിട്ടു. എനിക്ക് പിന്നെ ഒന്നും കഴിയുന്നില്ല. എനിക്ക് അപ്പ വീട്ടിക്ക് പോകണം ഉമ്മച്ചിനെ കാണണം എനിക്ക്. അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാല് തൊട്ടടുത്ത ദിവസം ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് ട്രെയിൻ കിട്ടുള്ളൂ. നമുക്ക് അടുത്ത തവണ പോകണം കരുതിയാൽ കിട്ടൂല. കാരണം ഒന്നാമത് നമുക്ക് തത്കാലം എടുത്ത് പോകാനുള്ള പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. 2 ദിവസം ടിക്കറ്റ് കിട്ടി. ഞാൻ പോവാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ആക്ച്വലി. അപ്പൊ ആ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓള് പറഞ്ഞു എങ്ങനെയാലും പോവല്ലോ, ഒന്നും കൂടെ ഉമ്മക്ക് വിളിക്കുന്നു പറഞ്ഞു. ഉമ്മച്ചിക്ക് ഫോൺ വിളിച്ചു. ആ സമയം ഉമ്മച്ചി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എനിക്കൊന്നിക്കില്ലെങ്കിൽ എനിക്കൊന്നും കൂടെ ഒന്ന് ഫോൺ വിളിച്ചുവിടേനു. എനിക്ക് ഉപ്പാനോട് ചിലപ്പോ ദേഷ്യമൊക്കെ ഉണ്ടാവും. ഉപ്പാനോട് സീരിയസ്ലി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറിച്ച് നടക്കുന്ന ഒരു പയ്യൻ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ദേഷ്യമാണ് കേട്ടോ. ശരിക്കും ഹീസ് മൈ ഹീറോ. എന്റെ ഉപ്പച്ചി, അതായത് ഞാനത് പറയാ, ലൈക്ക് ഞാനും എൻ്റെ ഉപ്പച്ചിയും തമ്മിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഞാൻ ജനിച്ച ഒരു 5ാമത്തെ വയസ്സിലാണ് എൻ്റെ ഉപ്പച്ചിനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ഉപ്പച്ചി ഭയങ്കരമായിട്ടുള്ള ഒരു അകന്ന് നിൽക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് എപ്പോഴും. ഉപ്പച്ചിയായിരുന്നല്ലോ. ഉമ്മച്ചിക്ക് വയറ്റിലുള്ള സമയത്ത് ഉപ്പച്ചി പോയി. പിന്നെ പ്രസവിച്ച് 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പച്ചിക്ക് ലീവ് കിട്ടിയിട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉപ്പ എന്ന് പറയുന്നത് എനിക്ക് വാക്ക് മാത്രമായിരുന്നു, അക്ഷരങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ ലോകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ശരിക്കും എൻ്റെ ഉപ്പച്ചിയാണ്. അത് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. നമ്മൾ ഈ തുറന്നു നോക്കാത്ത പുസ്തക വരികളൊക്കെ അല്ലേ, പക്ഷെ പരീക്ഷ കൈന്ന് കൈകാര്യം വരിക അല്ലെ. തുറന്നു നോക്കാത്ത പുസ്തക വരികൾ പോലെയാണ് നമ്മുടെ അച്ഛന്മാര്. സീരിയസ്ലി നമ്മളത് മനസ്സിലാക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം അവര് ഈ പറയുന്ന പോലെ അച്ഛൻ ദൂരെ ഒരിടത്തായിരുന്നു, സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു. പല കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷെ നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ ഷബീറിന്റെ അന്നത്തെ പ്രായത്തില് അതെല്ലാം വലിയ വേറെ രീതിയിൽ എടുക്കും. പ്രായത്തിന്റെ ഒരു കുഴപ്പമാണ് അതെല്ലാം. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് അങ്ങനെ ഉമ്മച്ചിനെ വിളിച്ചപ്പോ രണ്ടാമത് വിളിച്ചു. ഉമ്മച്ചിനോട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ ഉമ്മച്ചിനോട് വാക്കോട് പറഞ്ഞു, ഈ ഇങ്ങോട്ട് വരണ്ട. കാരണം ഈ എനിക്ക് ഫോൺ വിളിച്ചത് ആരും പറയണ്ട. എനിക്ക് എത്രയാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്റെ അമ്മോനുണ്ട്, ഐ മീൻ ഉമ്മന്റെ ബ്രദർ, ഓനെനിക്ക് ഒന്ന് വിളിച്ചേക്ക്, ഓൻ എനിക്ക് ആവശ്യമുള്ള പൈസ ഒക്കെ അയച്ചു തരുന്നൊക്കെ പറഞ്ഞ്. ഉമ്മച്ചിക്ക് പേടിയാണ്. വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ആക്ച്വലി എന്നെ ഇവിടെ ഇടുവോ, അല്ലെങ്കിൽ ഇനിയും ഡൽഹിയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു മടക്കി അയക്കില്ലേ എന്നുള്ളൊക്കെ പേടിയായിരുന്നു ഉമ്മച്ചി. കാരണം ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആക്ച്വലി. ഉമ്മച്ചി നല്ല അടിപൊളിയാണ്. ഉമ്മച്ചി
എന്താ പറയാ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വിമൺ എന്നൊക്കെ പറഞ്ഞ മാതിരി എന്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചിയുടെ പേര് പറയാമോ? ഉമ്മു സൽമ. ഉമ്മു സൽമ. ഉമ്മു സലിമ. ഉമ്മച്ചി ലൈക്ക് നമ്മളിപ്പോ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താപ്പത്തെ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താപ്പത്തെ സങ്കടം എന്നൊക്കെ ചോദിക്കൂലേ, ശരിക്കും എന്റെ ഉമ്മച്ചി അങ്ങനത്തെ ഒരാളാണ്. എന്റെ ഉമ്മച്ചി ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ചക്കരയാണ്. അപ്പം ലൈക്ക് ഉമ്മച്ചി എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയില്ല, ഞാൻ തിരിച്ചു പോയില്ല, അവിടെ നിന്നു. കോളേജിൽ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം വീട്ടിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം പക്ഷേ ഇതൊരു മെന്റൽ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണോ ഇത്? അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം ഈ സൂയിസൈഡ് ടെൻഡൻസി എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ വീട്ടിൽ നിർത്താൻ പാടില്ല. ആണോ? യെസ്, ഭയങ്കര ഡേഞ്ചറാണ്, ഹൈലി ഡേഞ്ചറാണ് ആക്ച്വലി. കാരണം നമുക്കൊരാളെ കൊല്ലാനുള്ള പുതിയെക്കാട്ടിലും ഡേഞ്ചറാണ് നമുക്ക് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. അത് ഭയങ്കരമാണ്, ഭയാനകമാണ്. കാരണം ആ സമയത്ത് നമുക്കത് അറിയില്ല. കാരണം ഈ ഡിപ്രഷൻ. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചോദിക്കട്ടെ ഷബീർ പലതവണ സ്വയം ഇങ്ങനെ കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ സിറ്റുവേഷൻസ് ഒക്കെ ആ സമയത്തും ദൈവത്തിന്റെ ഇതായിട്ടില്ല ഷബീറിനെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഷബീർ അവിടെ രക്ഷപ്പെട്ട് വരികയാണ്. അപ്പൊ ഷബീറിന് ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നു. വീണ്ടും വീട്ടുകാരെ കാണുമ്പം, ഈ ഉമ്മയെ കാണുമ്പോൾ പോലും ദേഷ്യമോ അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു അവേഷനോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ അപ്പൊ ആ സമയത്ത്? ഡിപ്രഷൻ എക്സ്ട്രീമിലൂടെ കടന്നു പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഡിപ്രഷൻ എക്സ്ട്രീമിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ മുമ്പിലുള്ളതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. നമ്മളെ മുമ്പിൽ നടക്കുന്നതൊക്കെ ഒരു യാന്ത്രികമായിട്ട് നമുക്ക് തോന്നും. സീരിയസ്ലി നമ്മളെ മുമ്പിലുള്ള സിമ്പതി, എമ്പതി ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ സ്നേഹത്തോടെ ഉമ്മ എന്ന് വിളിക്കുന്ന ആ മുഖത്തിന്റെ അവരെയൊക്കെ കാണുമ്പം അവരോടൊക്കെ വല്ലാത്തൊരു വെറുപ്പ്, ഒരു ഹേറ്റ്രഡ്, ആ ഒരു ഫീല്. വെറുപ്പ് സ്വാഭാവികമായിട്ട്. ഞാൻ എൻ്റെ ഉമ്മയെ അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാനെ ഞാൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, ഞാൻ എന്തൊക്കെയോ വളരെ ബാഡായിട്ടുള്ള വേർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ പേരൻസിൻ്റെ അടുത്ത്. കാരണം എനിക്ക് എന്നെ അത്രക്കും ദേഷ്യമായിരുന്നു ആ സമയത്ത്. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവവിശ്വാസമൊക്കെ പോയിട്ടോ സീരിയസ്ലി. കാരണം ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വീണ്ടും ജീവിപ്പിച്ചു. ആക്സിഡന്റ് സംബന്ധിച്ച് എന്നെ മാത്രം ബാക്കിയാക്കി. എനിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ആയിരുന്നു എന്നോടും ദൈവത്തിനോടും എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരോട് ഫുള്ളും ആക്ച്വലി എക്സ്ട്രീം ആയിപ്പോയി. അപ്പം ഡോക്ടർ നിർദ്ദേശം കൊടുത്തു, ഇവനെ ഇനിയും വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്തുണ്ട് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ, നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു. ഈ സമയത്ത് എനിക്കൊരു കേസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പഠിക്കുന്ന PhD ചെയ്ത് നിൽക്കുന്ന സമയത്ത് നാട്ടിൽ ഈ ഓൺലൈൻ ട്യൂഷൻ എടുക്കുമല്ലോ, ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൂടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറച്ചധികം ഫണ്ട് റൈസിങ് നടക്കുമല്ലേ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നടക്കുമല്ലോ. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ ആക്സിഡന്റിന് ശേഷം എനിക്കത് നോക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും പൊട്ടിപ്പോയി, കടം വന്നു. ഏകദേശം 17 ലക്ഷം റുപ്യ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചതിന്റെ കടം വന്നു. അപ്പൊ അവര് എന്ത് ചെയ്തു, ചീറ്റിംഗ് കേസ് കൊടുത്തു. 420 and 409 IPC ചീറ്റിംഗ് കേസ് കൊടുത്തു. അപ്പം ഈ കേസ് ഓൾറെഡി കോടതിയിലുണ്ട്. അപ്പം കോടതിയിൽ നിന്ന് ഈ കേസും എന്റെ മാനസികാവസ്ഥയും കൂടെ വെച്ചിട്ട് കോടതിയും പറഞ്ഞു എന്ത്, ഹോസ്പിറ്റലിൽ അടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ സാദിഖ് ഡോക്ടറിന്റെ കീഴില് ഫോറൻസിക് സെല്ലിൽ അടക്കുകയാണ് ആക്ച്വലി. എത്ര നാള്? 90 days. അതായത് ഫോറൻസിക് സെല്ല് പറഞ്ഞാൽ 2 സെല്ലുണ്ട്. ഒന്ന് ഫോറൻസിക് സെല്ല്, കോടതി വിധിച്ചിട്ട് വരുന്ന ആൾക്കാരെ കിടത്താനുള്ളതും മറ്റു നോർമൽ ആയിട്ടുള്ള സിവിലിയൻസിനെ കിടത്താനുള്ളതും. അപ്പം എന്നെ നേരെ ഫോറൻസിക് സെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ 14 പേരുള്ള ഒരു ജനറൽ വാർഡാണ്, ഒരു ജനറൽ സെല്ല് പോലെ. അപ്പൊ അതിലേക്ക് കയറ്റുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു, ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ സെല്ലിന്റെ വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഹോസ്പിറ്റലാണ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ സെല്ലിലേക്ക് ഒരു പേഷ്യന്റ് ആയിട്ടാണ് എന്നെ കയറ്റുന്നത് ആക്ച്വലി. അങ്ങനെ ലൈക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് തന്നെ കയറുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പിറുപിറുക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഈ നഷ്ടപ്പെട്ടൊരു പിറുപിറുക്കലുണ്ടല്ലോ, ആ സമയത്ത് ഇച്ചായ എന്ന് പറയുന്ന ഒരാളുണ്ട് ആ സെല്ലില്. എല്ലാവരും ഇച്ചായ എന്നാ വിളിക്കുക. അദ്ദേഹം 15-16 വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അസുഖം മാറിയിട്ടും അദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും ഒരാളില്ലാത്തതിന്റെ പേരിൽ അവിടെ ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പിറുപിറുത്തപ്പോൾ മൂപ്പര് എണീറ്റിട്ട് എടാ മിണ്ടാതിരി എടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതിൽ ഞാൻ അറിയാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിനെ അടിച്ചു. അപ്പൊ അടിച്ചതിൽ എന്ത് ചെയ്ത്, പെട്ടെന്നുള്ള അടിയല്ലേ, അപ്പൊ അദ്ദേഹം വീണു. അടിയിലേക്ക് വീണ സമയത്ത് നെറ്റി പൊട്ടിയിട്ട് ചോര വന്നു.
എന്നെ അറ്റൻഡർമാർ വന്നിട്ട് എന്നെ സിംഗിൾ സെല്ലിൽ കൊണ്ടുപോയിട്ടു. സിംഗിൾ സെല്ലിൽ കൊണ്ടുപോയിട്ടാണ്ട് എന്ത് ചെയ്ത് എനിക്ക് സഡേഷൻ തന്നു. അങ്ങനെ ഞാൻ സഡേഷനിൽ ഉറങ്ങി. രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു 22 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു നേഴ്സ്, ഒരു നല്ല വെള്ളാരങ്ങണ്ണൊക്കെയുള്ള ഒരു നേഴ്സ്, ലിയ എന്നാണ് ആ പേര്. ഞാനൊരു ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നേഴ്സിനെ കുറിച്ചിട്ട്. ലിയ എന്ന് പറയുന്ന പേരിൽ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവള് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നാണ്ട് എണീക്കേട്ടാ എന്നിങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ മരിച്ച കുട്ടിയില്ല അന്നയുടെ കണ്ണ് ഭയങ്കര വെള്ളര കണ്ണായിരുന്നു, ഭയങ്കര പൂച്ചക്കണ്ണ് കളയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. സെയിം കണ്ണാണ് അവളുടെ കണ്ണ്. ഇപ്പോഴും കുതിരവട്ടത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നേഴ്സ്. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് അവിടെ നേഴ്സാണ്, മെയിൽ നേഴ്സാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്നാണ്ട് ഇവര് എണീക്കേട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ മലന്ന് കിടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കണ്ണിങ്ങനെ കാണുന്നുണ്ട്. ഞാനിങ്ങനെ സീരിയസ്ലി നിങ്ങൾക്ക് എത്രത്തോളം അതിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് അത്രയും സെഡേഷൻ ഉള്ള സ്ലീപ്പിംഗ് പിൽസ് ആണ് എനിക്ക് തന്നിരിക്കുക, അതും ബൈ ഇഞ്ചക്ഷൻ അല്ലെ. അപ്പൊ അത്രയും ഡൗൺ ആയിട്ട് എണീക്കുന്ന ഒരാൾക്ക് ഇത് കാണുന്ന സമയത്ത് എക്സാക്ട്ലി ആ രീതിയിലായിരിക്കും ഇമാജിൻ ചെയ്യുക. ഞാൻ പെട്ടെന്ന് എണീറ്റിരുന്നു, ലിയാണ് അല്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. പിന്നീടുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഈ കുട്ടി ഓവർ ഷിഫ്റ്റ് എടുക്കും എനിക്ക് വേണ്ടിയിട്ട്. ലിയ എന്നെ ഇങ്ങനെ എടുത്തിങ്ങനെ കേട്ടിരിക്കും. സെല്ലിന്റെ വെളിയിൽ വെളിങ്ങനെ ഇരിക്കും. എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ആരാണെന്ന് പോലും ഈ കൊച്ചിന് അറിയില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഈ കൊച്ചിന് കേൾക്കണ്ട. എന്നോട് എന്തൊക്കെയോ സംസാരിക്കും, എന്നോട് എന്തൊക്കെയോ ചോദിക്കും. ഞാൻ കുറച്ചേ സംസാരിക്കുകയുള്ളൂ, പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അവര്. എനിക്കൊരു കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയവള്. ഭ്രാന്താശുപത്രിക്ക് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചു തന്നത് ലിയാണ്. ഭ്രാന്താശുപത്രി, നമ്മൾ ഭ്രാന്താശുപത്രി എന്നൊക്കെ പറയും, ലൈക്ക് മെന്റൽ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള പൂന്തോട്ടത്തിലൂടെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് വയലിനൊക്കെ വായിക്കും അവര്. ഈ മദർ തെരേസിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ മദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. ആ വേർഡ് എക്സാക്ട്ലി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ലിയ. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ. എൻ്റെ കൂടെ ഓവർനൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നത്. ഐ മീൻ എൻ്റെ ലൈഫിൽ എനിക്കൊരു ഹോപ്പ് ഡ്രോപ്പ് ഇട്ട് തരൂലേ, ഇനിയും ജീവിക്കണടാ എന്ന് പറയുന്ന ഒരു സംഭവം എന്നോട് ഒരിക്കൽ പോലും അവള് പറഞ്ഞിട്ടില്ല ലൈഫിൽ മുമ്പോട്ട് പോകണം എന്നുള്ളത്. എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ ഒരു ഷേഡോ പോലെ നടന്നു. ആ ഒരു ഷേഡോ കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ കിട്ടി ആവശ്യം. പക്ഷെ ഓരോ തവണ ഈ ലയ വരുമ്പോഴും ലയയിൽ നിന്നും അന്നയുടെ ഒരു പ്രസൻസ് ആയിരുന്നോ ഷബീറിനപ്പോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപക്ഷെ ലയായിട്ടായിരിക്കില്ല അന്ന് അവളെ കണ്ടിട്ടുണ്ടാവുക, അന്നയാണ് ആ ഒരു ഫീൽ ആയിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പരിധിക്ക് അപ്പുറം അവരെ അക്സെപ്റ്റ് ചെയ്യാൻ, അവരെ കേൾക്കാനും എന്നെ നിർബന്ധിതനാക്കിയിട്ടുള്ളത് ആ ഒരു ആസ്പെക്ട് ആണ്. കാരണം ഞാൻ അന്നനെ കാണുമായിരുന്നു, നന്നായിട്ട് പാട്ട് പാടും, ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരുപാട്. അതെ, ഇപ്പൊ ആ സമയത്ത് ലയ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ക്യാരക്ടറായി മാറിയിട്ടുണ്ടാവണം ഷബീർ അല്ലേ? കാരണം ഈ ചെവിയുടെ ചിഹ്നം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇങ്ങനല്ലേ അല്ലേ? ഈ ചെവിയിലേക്ക് വേറൊരു ചെവി ഇങ്ങനെ വെച്ചെടുത്താൽ എന്താ ശരിക്കും ഉണ്ടാവുക? ഹൃദയമാണ്. സീരിയസ്ലി എനിക്ക് എന്റെ ചെവിക്ക് വേറൊരു ചെവിയായിരുന്നു, എന്റെ വാക്കുകൾക്ക് വേറൊരു ചെവിയായിരുന്നു അവർ. എനിക്കൊരു ഹൃദയം തന്നിട്ടുണ്ടായിരുന്നു അവര്, കേട്ടിരുന്നിട്ടുണ്ടായിരുന്നു ഒരുപാട്. നമ്മളൊരുപാട് സംസാരിച്ച മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ നമ്മൾ മറക്കും. നമ്മൾ ഒരുപാട് കേട്ടിരുന്നൊരു മനുഷ്യൻ ഉണ്ടാവില്ലേ, നമ്മൾ ജന്മത്ത് മറക്കൂല. കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അവിടെ നിന്നാണ് ശരിക്കും ഞാൻ എൻ്റെ കമ്പനീനെ, എൻ്റെ ലോഗോ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഹെൽക്കെയറിന്റെ. അതിലൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ലിയാണ് ആക്ച്വലി. ഞാനാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലോഗോയില്. ഞാൻ അങ്ങനെ 90 days കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ലിയ എനിക്കൊരു ടവല് കൊണ്ടുവന്നു, ഒരു ഹാൻഡ് കർച്ചീഫ്, ഹാൻഡ് ക്രാഫ്റ്റ് പോലുള്ള ഒരു ഹാൻഡ് കർച്ചീഫ്, ഒരു വൈറ്റ് ടവല്. ഞാനതിങ്ങനെ തുറക്കുന്ന സമയത്ത് അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, യു ആർ എൻ അമേസിങ്, നെവർ എവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞാണ്ട് കൈ കൊണ്ട് വൈറ്റ് കർച്ചി. എന്റെ വീട്ടിൽ പോയി ഞാനത് ഷോക്കേസിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഷബീർ. എല്ലാവർക്കും ഇതേപോലെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അതാണ്, ദാറ്റ് ഈസ് മൈ ബിസിനസ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി മൈ ബിസിനസ്. കാരണം എന്താണെന്ന് വെച്ചാൽ കേട്ടിരിക്കാൻ ചങ്ങാതിയെ പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ കൊടുക്കുക. കാരണം ഈ വിഷമങ്ങൾ പറയാൻ വരുന്ന ആളുകൾക്ക് കേട്ടിരുന്നാൽ ഒരു 90% അവരുടെ വിഷമങ്ങൾ തീരും. സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തേക്ക് വിഷമങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്? അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ആളില്ലാണ്ടാണ്.
നമ്മൾ ആൾക്കാരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തോട്ട് എനിക്ക് ആ സമയത്ത് വന്നപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ല, കാരണം ഞാൻ മൈനസ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പുറത്ത് കടമുണ്ട്, എനിക്ക് 17 lakhs കടമുണ്ട്. അതിന് കോടതി ഒരു സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ എനിക്ക് കൊടുത്ത് തീർക്കണം. എൻ്റെ ഉപ്പച്ചി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പച്ചി ഒരു മില്യണയറോ അല്ലെങ്കിൽ ഒരുപാട് പണമുള്ള ആളൊന്നും അല്ല. സൗദിയിൽ ഒരു 2500-2000 റിയാലിന് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഗൾഫുകാരനാണ്. അപ്പൊ ഉപ്പച്ചിക്ക് എനിക്കൊന്നും തരാൻ പറ്റൂല. ആ സമയത്ത് ഞാൻ ഈ ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കണ്ടു മുംബൈയിൽ വെച്ചിട്ട്. ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. വീട്ടുകാരെ സമ്മതത്തോടെ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മുംബൈയിലേക്ക് പോയി. അങ്ങനെ വലിയ പ്രതീക്ഷയിലൂടെ കേട്ടോ പോകുന്നത്. പക്ഷെ എന്റെ കയ്യിൽ ലാപ്ടോപ്പോ കോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു A4 പേപ്പർ ഉണ്ട്, ഒരു ഏകദേശം ഒരു 32 A4 പേപ്പറിൽ ഞാൻ എന്റെ ഐഡിയാസ് ഇങ്ങനെ എഴുതി വെച്ചുള്ള ഒരു A4 പേപ്പർ ഉണ്ട്. ഞാൻ മുംബൈയിൽ പോയിട്ട് ഈ ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഹാളിൽ പോയ സമയത്ത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം 1700ഓളം ആൾക്കാരുണ്ട് ഐഡിയാസ് പറയാൻ വന്നിട്ടുള്ളത്. മാക്സിമം 10-12 പേർക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അത് കണ്ടതോട് കൂടിയിട്ട് എൻ്റെ ഒരു തീരുമാനമായി. കാരണം എല്ലാവരും വെൽ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്, കോട്ട് സ്യൂട്ട്, എല്ലാവരും ലാപ്ടോപ്പ് ഉണ്ട്, വെൽ ഡ്രസ്സിലാണുള്ളത്. ഞാൻ സാധാരണ ഒരു പേപ്പറൊക്കെ പിടിച്ചിട്ട് എൻ്റെ ലാപ്ടോപ്പ് ഇല്ല. സ്വാഭാവികമായിട്ട് എന്റെ കോൺഫിഡൻസ് ലെവൽ തീർന്നു. എനിക്ക് ടോക്കൺ കിട്ടി 932 62, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതാണ് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടിയത്. അപ്പൊ ആ ദിവസം നടന്നില്ല, ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം വന്ന സമയത്ത് ഞാൻ കയറി. ഈ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ടേബിളിൽ ഒരു 3 മിഠായിയുടെ ബോക്സ് ഉണ്ട്. റെഡ് മിഠായി, ഗ്രീൻ മിഠായി, യെല്ലോ മിഠായി. അപ്പം ഈ ഔട്ട് ആവുന്നവർക്ക്, എലിമിനേറ്റ് ആവുന്നവർക്ക് റെഡും, മറ്റേത് ഗ്രീന്, പിന്നെ ഈ യെല്ലോ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് വലിയൊരു കോൺഫറൻസ് റൂം, അതില് ബോർഡംഗങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു ചെയർമാൻ ഇരിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് എന്റെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ മലയാളീസിന് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടല്ലോ, ടെൻഷൻ ആകുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് വരൂലോ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ആക്ച്വലി വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയതായിരുന്നു. എന്നോട് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. ഞാൻ പബ്ബ പഠിച്ചു സ്വാഭാവികമായിട്ട്. സോ ഞാൻ വിചാരിച്ച പോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തില്ല. അവരെന്ത് ചെയ്തു, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച കാര്യം അവർക്ക് മനസ്സിലായില്ല, അവരെന്താണ് എന്നോട് പറയുന്നത് എന്നുള്ളത് എനിക്കും മനസ്സിലായില്ല. ലാസ്റ്റ് എന്നോട് പോകാൻ വേണ്ടിട്ട് പറഞ്ഞു. ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ കുട്ടി എന്ത് ചെയ്തു, ഒരു പെൺകുട്ടി ഉണ്ട് ആ മിഠായി ബോക്സിന്റെ അടുത്ത്. എനിക്ക് എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് ഇതൊരു ഫോൺ വന്നു, ഫോൺ വെച്ചു, എനിക്ക് റെഡ് മിഠായി തന്നു. അതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ വെളിയിലേക്ക് പോന്നു. ഭയങ്കര പ്രതീക്ഷയിലൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് പോകുന്നത് ഫുൾ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അന്ന് എന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടാറ്റ എന്ന് എന്റെ കമ്പനിക്ക് 510 കോടിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഹക്കിയർ എന്ന് പറയുന്ന കമ്പനിയുടെ കംപ്ലീറ്റ് സംഭവം ഞാൻ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 510 കോടി എന്റെ കമ്പനിക്ക് ഒരു വാല്യൂ ഇട്ടു. ഈ അന്ന് എന്നെ റിജക്ട് ചെയ്ത ടാറ്റയുടെ ഏകദേശം TCSന്റെ 70,000-ഓളം തൊഴിലാളികളും ടാറ്റ പവറിന്റെ 38,000 തൊഴിലാളികളും ഇന്ന് എന്റെ സർവീസ് എടുക്കുന്നുണ്ട് ആക്ച്വലി. ബ്യൂട്ടിഫുൾ. എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോന്നു. ഭയങ്കര സാഡായിരുന്നു ആക്ച്വലി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ട്രെയിൻ കയറിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോരാ. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും കിട്ടിയിട്ടില്ല എന്ന് എങ്ങനെയാണ് എൻ്റെ അവരോട് പറയുന്നത് ആക്ച്വലി. വീട്ടിലേക്ക് ഇനി പോണോ, വിട്ടിറങ്ങി കഴിഞ്ഞാൽ ഇനിയും പഴയ പോലെ ആവൂലേ. ലൈക്ക് PhD ആണെങ്കിൽ അവിടെ പാതി വഴിക്ക് നിൽക്കുന്നുണ്ട്, അത് കംപ്ലീറ്റ് ആക്കണോ എന്താന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ട്രെയിനിൽ നിന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നത്. സൈക്കോളജിസ്റ്റ് ആണ്. ആസ്ട്ര ഹോസ്പിറ്റലിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, ഞാൻ പേര് പറയുന്നില്ല. ആസ്ട്ര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്നെ കണ്ടു. അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നോട് കാര്യങ്ങൾ ഫുള്ള് ചോദിച്ചു കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് അദ്ദേഹത്തിനോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് കണ്ണീരൊക്കെ വരാൻ തുടങ്ങി. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ഈ കുമ്പളങ്ങി നൈറ്റ്സില് സൗബിൻ ഉണ്ടല്ലോ പോയിട്ട് കരയുന്നത്, ആ ഒരു സീനായിരുന്നു ട്രെയിനിൽ. ഞാൻ പുള്ളിയുടെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. പുള്ളി എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് എടുത്തു തന്നു. നീ കൊച്ചിയിൽ വരുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞു പുള്ളിനോട്. ഞാൻ എന്ത് ചെയ്തു, കാലിക്കറ്റ് ഇറങ്ങി, പുള്ളി കൊച്ചിയിലേക്ക് പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോളൂ. ഞാൻ വീട്ടിലെത്തി, വീട്ടുകാരോട് പറഞ്ഞു ഐഡി എനിക്ക് ഓക്കെ വർക്ക്ഔട്ട് ആയില്ല അവർക്ക് എന്ന് പറഞ്ഞപ്പം ഉപ്പച്ചിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഉപ്പച്ചിയുടെ ഉള്ളിൽ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് ടൈം എടുത്തു എന്ന് പറഞ്ഞില്ലേ. ഞാൻ വീട്ടിലേക്ക് തന്നെ കയറുന്ന സമയത്ത് ഞാൻ ഉപ്പച്ചി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പം ഉപ്പച്ചിന്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് അത് ഇനിയും ട്രൈ ചെയ്യ് എന്ന് എൻ്റെ ഉപ്പച്ചി എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ പോലും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞ വാക്ക് അതാണ്. അങ്ങനെ ഞാൻ ഈ വിസിറ്റിംഗ് കാർഡിലെ നമ്പർ എടുത്തിട്ടൊന്ന് വിളിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു.
വിളിച്ച സമയത്ത് അദ്ദേഹം ഫോൺ എടുത്തു. പുള്ളി എന്നോട് പറഞ്ഞു നീ കൊച്ചിയിലേക്ക് പോവാന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിലെത്തിയിട്ട് ഞാൻ അദ്ദേഹം താമസിക്കുന്ന പനമ്പള്ളി നഗറിലെ അബാദ് ഫ്ലാറ്റ് ഇല്ലേ, അവിടെ താമസിക്കുന്നു. ഞാൻ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരുപാട് പണമൊന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു 10 ലക്ഷം രൂപ ഞാൻ തരാം, നിനക്ക് 10 ലക്ഷം രൂപയുടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഇത് ചെയ്യേ, നീ എനിക്ക് അഗ്രിമെന്റ് ഒന്നും തരണ്ട, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ ദൈവതുല്യനായിട്ടുള്ള മനുഷ്യന്മാരെന്നൊക്കെ പറയില്ലേ, ശരിക്കും ഷബീറിനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്, കൂടെയുണ്ട്. ലൈക്ക് കാരണം എന്നോട് പടച്ചോൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഇങ്ങോട്ട് വരാനായിട്ടില്ല, യു വാണ്ട് ടു ഡു സംതിങ് എൽസ്, you should stay there and you don't want to come over here, I don't want you എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. 2 തവണ ട്രൈ ചെയ്തിട്ടും പഠിച്ചും കൊണ്ടുപോയില്ല എന്നെ. അങ്ങനെ അദ്ദേഹം എനിക്ക് 10 lakhs തന്നു. ആ 10 ലക്ഷം രൂപ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 10 lakhsന്റെ ചെക്ക് കിട്ടി എനിക്ക്, HDFCയുടെ ചെക്ക്. എന്നിട്ട് ഞാനതിങ്ങനെ നോക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണമെങ്കിലും പുള്ളിനെ വിളിച്ചോളൂ കേട്ടോ എന്നുള്ള. പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഞാൻ ആ ചെക്ക് നേരെ കൊണ്ടുപോയി ബാങ്കിൽ. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലേക്ക് ചെക്ക് കിട്ടും. 10 lakhs ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കറണ്ട് അക്കൗണ്ട് അല്ല കേട്ടോ, സേവിങ്സ് അക്കൗണ്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മൊബൈൽ ഫോൺ മേടിച്ചു, ഒരു സിം എടുത്തു, ഞാൻ തന്നെ ടെലികോളറായി, ഞാൻ തന്നെ റിസപ്ഷനിസ്റ്റ് ആയി, ഞാൻ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയി, ഞാൻ തന്നെ സൈക്കോളജിസ്റ്റ് ആയി. അങ്ങനെ ഞാൻ ഓരോ കമ്പനികളിലേക്ക് വിളിക്കാൻ തുടങ്ങി. ആക്ച്വലി നിങ്ങളെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് സൈക്കോളജിസ്റ്റുമാരെ ആവശ്യമുണ്ടോ, എനിക്ക് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിരുപാധികം എല്ലാവരും ഹൗ ഇറ്റ് ക്യാൻ ബി വർക്ക്ഔട്ട്, ഇറ്റ്സ് വെരി നോൺസെൻസ്, ആക്ച്വലി ഇറ്റ്സ് നോട്ട് വർക്ക്ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തന്നെ റിജക്ട് ചെയ്തു, നിരുപാധികം വിട്ടയച്ചു. പല കമ്പനിയിലേക്ക് എനിക്ക് എൻട്രി പോലും കിട്ടിയില്ല. ഞാൻ എവറി ഡേ ഞാൻ ടാറ്റയിലേക്ക് മെസ്സേജ് അയക്കും, മെയിൽ അയക്കും. എല്ലാ ദിവസവും രാത്രി ടാറ്റയിലേക്ക് ഒരു 4-5 മെസ്സേജ് ഒരുമിച്ച് അയക്കും. ഏകദേശം 2.5 മാസം കഴിഞ്ഞപ്പോൾ ടാറ്റയിൽ നിന്ന് എനിക്ക് മറുപടി വന്നു. 2.5 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചിട്ട് എനിക്ക് മറുപടി വന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടി, ബാംഗ്ലൂരിലേക്ക് പോകണം, കോർമംഗല, ടാറ്റയുടെ അതായത് ഡൗൺ സൗത്ത് ഹെഡ് ഓഫീസിലേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നമ്മുടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കോട്ടൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് ഈ കോട്ടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഞാൻ ടാറ്റയിലേക്ക് നടന്നു പോയി. നല്ല കോൺഫിഡന്റ് ഉണ്ട്, പഴയ പോലെയല്ല. അവിടെ നടന്നു പോയ സമയത്ത് എനിക്ക് ആ വർക്ക് കിട്ടിയേ പറ്റുള്ളൂ. ആക്ച്വലി അവരെന്നോട് ചോദിച്ചു എത്ര സ്റ്റാഫ് ഉണ്ട്, ഐഡിയ ഫുള്ള് പറഞ്ഞു അവരോട്, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര സ്റ്റാഫ് സപ്പോർട്ട് തരാൻ പറ്റും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 100 സൈക്കോളജിസ്റ്റിനെ തരാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഒരു സൈക്കോളജിസ്റ്റ് പോലും ഇല്ല. അപ്പൊ അത് കേട്ടപ്പോ അവർക്ക് വിശ്വാസം ഒന്നുമില്ല. കാരണം എന്താ വെച്ചാല് അവരൊരുപാട് ആൾക്കാരെ കണ്ടതല്ലേ. അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അവരെനിക്കൊരു ഡേറ്റ് തന്നു. ആ ഡേറ്റിൽ 100 സൈക്കോളജിസ്റ്റുമാരെ കൊണ്ടുപോവാ, എന്നിട്ട് ഒരു 1 day കൗൺസിലിംഗ് ക്യാമ്പ് എത്താൻ ഞങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളെ പ്രൂവ് ചെയ്യും, നിങ്ങളുടെ കഴിവ് കൺവിൻസ് ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ, ടാറ്റ പവറിന്റെ കംപ്ലീറ്റ് വർക്ക് ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഒരേ സമയത്ത് സന്തോഷം, ഒരേ സമയത്ത് ടെൻഷനും വന്നൊരു മൊമെന്റ് ആയിരുന്നു. ഞാൻ അവിടുന്ന് താങ്ക്സ് പറഞ്ഞ് ഇറങ്ങി. ഞാൻ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഇങ്ങോട്ട് വരാൻ. അപ്പം മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ ഒരു ഫ്ലെക്സ് ഉണ്ട്. അപ്പൊ ആ ഫ്ലെക്സ് പണ്ടെപ്പോഴോ കഴിഞ്ഞൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഫ്ലെക്സാ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള. ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് എന്റെ മുമ്പിൽ ആകെ 9 ദിവസം ഉള്ളത്. 9 ദിവസത്തിനുള്ളിൽ 100 സൈക്കോളജിസ്റ്റുമാർ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടല്ലോ അവിടെ. ഒരു ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, എല്ലാ കുട്ടികളെയും കെട്ടിയെടുക്കുക. മാക്സിമം ഒരു 100 കുട്ടികളെങ്കിൽ എനിക്കൊരു 50 കുട്ടികളെങ്കിലും കിട്ടൂല എനിക്ക്. അത് മാത്രമേ ഉള്ളൂ എന്ത് പെട്ടെന്ന് സൈക്കോളജിസ്റ്റുമാരെ ഉണ്ടാക്കാനുള്ള ഒരു പോംവഴി. ഞാൻ എന്ത് ചെയ്തു, നേരെ കേരളം നമ്മളെ നാട്ടിലേക്ക് വന്നു. പിറ്റത്തെ ദിവസം മുതൽ ഓരോ കോളേജസിലേക്ക്, ഇവിടെയുള്ള SH കോളേജ്, സെന്റ് റിസസ് കോളേജ്, രാജഗിരി കോളേജ്, KMMO കോളേജ്, MBS മാറമ്പള്ളി, 5 കോളേജിലേക്ക് ഞാൻ വിളിക്കാൻ തുടങ്ങി. എനിക്ക് ഏകദേശം ഇവിടെ മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജ്, എനിക്ക് 11 കോളേജ് ക്യാമ്പസ് പ്ലേസ്മെന്റിലുള്ള ഡേറ്റ് തന്നു. പക്ഷെ 11 കോളേജിലും പോകാനുള്ള ടൈം എനിക്കില്ല. ഞാൻ അതിൽ ഏറ്റവും മാക്സിമം ക്വാണ്ടിറ്റി ഉള്ള കോളേജിൽ ഞാൻ പോയി, കുട്ടികളെ എടുത്തു. 100-ന് പകരം 172 കുട്ടികളെ എനിക്ക് കിട്ടി. ഞാൻ എന്നിട്ട് ടാറ്റയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്നോട് 100 പറഞ്ഞു, ഞാൻ എന്റെ വക 50 കൂടെ കൂട്ടിയിട്ട് 150 പേരായിട്ട് വരാം. എനിക്ക് ഇവർക്ക് പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട, ഇവർക്ക് ഇന്റേൺഷിപ്പ് ആണ്. എനിക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതി.
പക്ഷെ ഇവർക്ക് ടീഷർട്ട് കൊടുക്കണ്ടേ, ഹക്കേറിന്റെ ടീഷർട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്റെ ഫ്രണ്ടിനെ പോയിട്ട് കണ്ടു, അവൻ എനിക്ക് ടീഷർട്ട് അടിച്ചു തന്നു, ഞാൻ ഇവരെ കൂട്ടിയിട്ട് പോയി. 100-ന് പകരം ഇത്രയും സൈക്കോളജിസ്റ്റുമാരെ കൊണ്ടുപോയി. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഭയങ്കര യൂണിഫോമിറ്റിയിൽ നേരെ പോകുന്നു, അവരെ കാണുന്നു, അവരോട് അപ്രോച്ച് ചെയ്യുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് വർക്ക് ടാറ്റ പവറിന്റെ വർക്ക് നമുക്ക് കിട്ടുന്നത്. ബ്യൂട്ടിഫുൾ. അതെന്താണ് സംഭവിച്ചത്? അത് 2022 ഇന്നിപ്പോ ഹക്കേർ എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെയാണ് ഷബീർ ഇന്നിപ്പോ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഗസ്റ്റ് ആവാൻ തന്നെ കാരണം. എന്തൊക്കെയാണ് ഹക്കേർ ചെയ്യുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയാം. നമ്മളിപ്പോ മെയിൻ ആയിട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് 24/7 സൈക്കോളജി സപ്പോർട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ മാത്രമാണോ? അല്ല നമ്മൾ ആക്ച്വലി നമുക്കിപ്പോ UK എന്നുള്ള സൈക്കോളജിസ്റ്റുമാരുണ്ട്, ഓസ്ട്രേലിയ എന്നുള്ള സൈക്കോളജിസ്റ്റുമാരുണ്ട്, ഓൾ ഓവർ ദ വേൾഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റിന് നമുക്ക് ബൗണ്ടറി ഇല്ലല്ലോ. അപ്പൊ ഓൺലൈൻ ആണോ നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ ഓഫ്ലൈൻ അല്ല കൊടുക്കുന്നത്. ഓഫ്ലൈൻ ആയിട്ട് ഇല്ല. ഇപ്പൊ എനിക്കൊന്ന് നേരിട്ട് വരണമെന്ന് വിചാരിച്ചാൽ പോലും അങ്ങനെ വരാം. പക്ഷെ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഞങ്ങളുടെ ഒരു വിഷൻ എന്താണെന്നറിയോ, അതായത് ഇപ്പം നിങ്ങളെ വീട്ടില് നിങ്ങളെ അമ്മ, നിങ്ങൾക്ക് ഒരു അനിയത്തി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വെളിയിലാണ്, അനിയത്തിനെ കല്യാണം കഴിച്ചിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരു ദിവസം അനിയത്തി ബാഗൊക്കെ എടുത്തിട്ട് എന്തെയോ സങ്കടത്തിൽ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നു, നേരെ അകത്തേക്ക് കയറി പോകുന്നു. അമ്മക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ട് ഹസ്ബൻഡായിട്ട് എന്നുള്ള. അമ്മ സങ്കടത്തോടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട അയൽവക്കത്തുള്ള ഈ അമ്മയുടെ ഒരു കൂട്ടുകാരി, എന്താണ് ഇപ്പൊ ഒരു സങ്കടം പറയണ, ഓള് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പൊ ഈ ആര് പറയാണ്, എന്നാ എനിക്ക് ആരെങ്കിലും സൈക്കോളജിസ്റ്റുമാരൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തൂടെ. അപ്പൊ ഈ അമ്മ, നാട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവൂലേ. അപ്പൊ ഈ അമ്മ, ഈ അയൽവക്കക്കാരി പറയാണ്, കൂട്ടുകാരി പറയണ, എന്തിനാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്, ഹക്കേർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതിന്റെ വെബ്സൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സൈക്കോളജിസ്റ്റുമാർ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സംസാരിച്ചൂടെ, എന്തിനാ നാട്ടുകാരെ അറിയുന്നത് എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും ഓരോ സൈക്കോളജിസ്റ്റ്, എല്ലാ കോളേജിലും ഓരോ കുട്ടികൾക്കും ഓരോ സൈക്കോളജിസ്റ്റ്, അതേപോലെ തന്നെ എല്ലാ ടീനേജേഴ്സിന്റെ കൂടെ ഓരോ സൈക്കോളജിസ്റ്റ്, എല്ലാ കമ്പനിയിലും ഓരോ എംപ്ലോയീസിനും ഓരോ സൈക്കോളജിസ്റ്റ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ ഒരു എത്ര എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ മലയാളികൾ, അല്ലെ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പോലും ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ശരി ഒരുപാട് ബ്യൂട്ടിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ ഇന്നും ആ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പലർക്കും മടിയാണ്. പിന്നെ എനിക്ക് വട്ടൊന്നുമില്ല, നീ വേണം പോയി കണ്ടോളൂ, നിനക്കാണ് പ്രോബ്ലം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്. നല്ല സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ അയ്യേ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, എനിക്ക് വട്ടാന്ന് വിചാരിക്കില്ലേ, ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഇന്നും നമ്മുടെ സമൂഹത്തിൽ. ഇന്നിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ വന്ന് നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ നല്ല ടോക്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആളുകളുടെ ഇടയിലേക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങ് ശരിക്കും എത്തുന്നില്ല. അതിന് നല്ലൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഷബീർ. തീർച്ചയായിട്ടും. ഇപ്പം മറ്റേ താരെ സമീർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടില്ല. അതിൽ അമീർ ഖാന് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണതല്ലേ? അതെ. അമീർ ഖാൻ പറയുന്ന പേരാണ് സൈക്കോളജിസ്റ്റ്. നമ്മുടെ ഒക്കെ നാട്ടുകാർക്കുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുക, സംസാരിക്കുക എന്ന് പറഞ്ഞാല് എനിക്കെന്തോ ഭ്രാന്ത് ഉള്ളത് പോലെ. അങ്ങനെയല്ല. ചെറുപ്പത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ അമ്മ നിങ്ങളെ സ്വാന്തനിപ്പിക്കുന്നുണ്ടോ, അമ്മയ്ക്ക് പറയുന്ന പേരാണ് സൈക്കോളജിസ്റ്റ്. സൈക്കോളജിസ്റ്റുമാരെന്ന് പറഞ്ഞാല് നിങ്ങൾ വല്ലാണ്ട് ഒറ്റപ്പെടുന്ന സമയത്ത്, നിങ്ങൾ വല്ലാണ്ട് ഈ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നൊക്കെ സമയത്ത് നിങ്ങൾക്കൊരു കോമിട്ട് തരുന്ന ആൾക്കാരുടെ പേരാണ് സൈക്കോളജിസ്റ്റുമാര്. വെൽ സെഡ് ഷബീർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമ്മൾ എന്തിനാ മടിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളായിക്കോട്ടെ വിഷമങ്ങളായിക്കോട്ടെ നമ്മളെ കേൾക്കാൻ. ഇങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനി വൈകിക്കണം, അല്ലെ? നമുക്ക് ഇവരുടെ കൂടെ കൂടുതലും ലൈഫിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ, മനോഹരമാക്കാൻ, അല്ലെ? സന്തോഷത്തോടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ ഹക്കേറിന്റെ ഈ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു ഷബീർ. താങ്ക് യു സോ മച്ച്.